ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1302 ദിവസമായ ഇന്ന് 2024 ഡിസംബർ മാസം 7-ാം തീയതി ശനിയാഴ്ച, 1200-ാം ആണ്ട് വൃശ്ചിക മാസം 22-ാം തീയതി. ഗുരുവചനങ്ങളിലൂടെ വാദിക്കാൻ വേണ്ടി യുക്തിവാദികളിൽ പലരും യുക്തിയില്ലാത്തതിനെ യുക്തിവേഷം കെട്ടിക്കുന്നു. തട്ടാന്മാർ ചെമ്പും അരക്കും മറ്റും കൊണ്ടു നടത്തുന്ന മായം പോലെ അതും ഒരു ഉപായം. ശ്രീനാരായണ ഗുരുദേവൻ. ശിവഗിരി മഠം, ശാരദാമഠം എന്ന് വിവരിക്കുന്നതിൻ്റെ 6-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. പിൽക്കാലത്ത് ശിവഗിരിയിലെത്തിയ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, വി ഗിരി തുടങ്ങിയവരെല്ലാം ശിവഗിരി മഠത്തിൻ്റെ കമനീയതയെ വാനോളം വാഴ്ത്തിയിട്ടുണ്ട്. ശിവഗിരി മഠത്തിൽ വ്യവസായ ശൃംഖല സ്ഥാപിക്കുന്നതിൻ്റെ മുന്നോടിയായി ഗുരുദേവൻ ഒരു നെയ്ത്തുശാല സ്ഥാപിച്ചിരുന്നു. ആ നെയ്ത്തുശാല ഇന്നില്ല. അന്നാരെയും ആകർഷിച്ചിരുന്ന വനജാക്ഷി മണ്ഡപം പൊളിക്കേണ്ടി വന്നു. ഈ മണ്ഡപത്തിൻ്റെ കരിങ്കൽ കാലുകൾ ശിവഗിരി മഠം ഓഫീസിനോട് ചേർത്ത് അടുക്കി വെച്ചിട്ടുണ്ട്. അനേകം ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ ഈ മണ്ഡപത്തിൻ്റെ പുനർനിർമ്മാണം നടത്തി വാസ്തുകലാചാരിതി പഴയപടി കാത്തുസൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ശിവഗിരിയിൽ ഗുരുദേവന് വിശ്രമിക്കാനായി ആദ്യം പണിത പർണശാല അതേ രീതിയിൽ ഇന്നും കാത്തുസൂക്ഷിക്കുന്നുണ്ട്. പ്രാർത്ഥനാലയമായി ഇപ്പോൾ ഉപയോഗിക്കുന്ന പർണശാലയിൽ ഗുരുദേവൻ്റെ അത്യാകർഷകമായ ഒരു പ്രതിമയും അത്യപൂർവമായ അനവധി ചിത്രങ്ങളും കാത്തുസൂക്ഷിക്കുന്നു. ശിവഗിരി മഠത്തിലെ ഹോമാദി കർമ്മങ്ങൾ നടത്തുന്നതും ഈ പർണശാലയിൽ വച്ചാണ്. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.